ഹലോ 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 മാഡം കേൾക്കുന്നുണ്ട്? കേൾക്കാം. കേൾക്കാം കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമസ്കാരം. പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും കർഷകർക്ക് വേണ്ടി നടത്തുന്ന സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കൃഷി പാഠശാലയുടെ 46ാമത് ക്ലാസ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഏവരെയും പാഠശാലയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം കേരള നടത്തുന്ന പദ്ധതികളെ പറ്റിയും അതിനെപ്പറ്റിയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു കൃഷി തുടങ്ങിയാൽ അത് എങ്ങനെ വിപണനം ചെയ്യണമെന്നും നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഒരു കാർഷിക ലക്ഷ്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു വിൽപ്പന വ്യാപാര രീതിയിൽ എത്തുകയുള്ളൂ. നമ്മുടെ ഈ കൺസോർഷ്യം SFAC എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം കേരള നമ്മളുടെ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഏറെ സഹായകരമായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവിടെ നിന്നും നടത്തുന്ന പദ്ധതികളെ പറ്റിയും ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. അതിന് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കൺസോർഷ്യത്തിന്റെ SFACയിലെ അഗ്രികൾച്ചർ ഓഫീസറായ ആശാരാജ് മാഡമാണ്. മാഡത്തിനെ ഏറെ സന്തോഷത്തോടെ ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു മാഡം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാവോ മാഡം? കടക്കാം, തുടങ്ങാം. SFAC അല്ലെങ്കിൽ ചെറുകിട കർഷക വ്യാപാര കൺസോർഷ്യം എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന അഗ്രി ബിസിനസ് സെക്ടറിലുള്ള പ്രോജക്ട്സിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അതായത് മറ്റൊരു ബ്രാഞ്ചും കേരളത്തിന്റെ ഇതര ജില്ലകളിൽ നമുക്ക് ഈ കൺസോർഷ്യത്തിന്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്നില്ല. കേരളത്തിന്റെ മൊത്തം ഇംപ്ലിമെന്റിംഗ് ഈ സെക്ടറിൽ നടത്തുന്നത് SFAC ആണ്, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തില് നമുക്ക് ഒട്ടനവധി വിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മള് വർധനവിൽ ഊന്നിയ ഒരു മുന്നേറ്റമാണ് എപ്പോഴും കർഷകന് ഏറ്റവും കൂടുതൽ വില കിട്ടാൻ സഹായകരം ആകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ വാല്യൂ അഡീഷനിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉൽപാദനത്തിലും കൂടി നമ്മൾ ശ്രദ്ധിച്ചാലേ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തില് നമുക്ക് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട്, അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്തിനങ്ങൾ, ഏറ്റവും നല്ല രീതിയിലുള്ള കൃഷി പരിചരണ മുറകൾ, ഏറ്റവും നല്ല രീതിയിലുള്ള ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഉൽപ്പന്നം, ഇത്രയും കിട്ടിയാൽ മാത്രമേ നമുക്ക് മൂല്യവർദ്ധനവിന്റെ ആദ്യത്തെ പടിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കോർത്തിണക്കൽ വഴി മാത്രമേ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് എത്തി അതുവഴി മൂല്യവർദ്ധനത്തിൽ സഹായകരമാവുള്ളൂ കൂടിയാണ് SFAC ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒട്ടനവധി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കേരളം ഉൽപ്പാദിപ്പിക്കുന്നതിൽ കേരളം മുന്നിലാണ്. നമുക്ക് ഇഞ്ചി നമ്മുടെ ആഗോളതലത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിളയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ഒട്ടനവധി വിളകളുണ്ട്. നേന്ത്രൻ, അതുപോലെ തന്നെ പൈനാപ്പിൾ, ഒട്ടനവധി പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ വിളവെടുക്കുന്നതിന് ശേഷം വിള കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ, പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മൾ കാണിക്കുന്ന പാളിച്ചകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നത്തിലേക്ക് അത് എത്താതിരിക്കുകയും അതുമൂലം നമുക്ക് വിളവെടുത്തതിന് ശേഷം ഉൽപ്പന്നം നഷ്ടമാവുന്നതിലും നല്ല ഒരു ഉൽപ്പന്നത്തിന് കൈകാര്യം ചെയ്യുന്നതിലുള്ള അറിവില്ലായ്മയും ഇത്തരത്തിലുള്ള നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടമാകുന്നതിൽ കലാശിക്കുന്നു. നമ്മുടെ SFACയുടെ ഒരു ചെറിയൊരു ഓഫീസാണ് അത്. ആനേറ വേൾഡ് മാർക്കറ്റ്, തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ട് ഇതിന്റെ സ്ഥാപനം നിലകൊള്ളുന്നത് ആനേറ വേൾഡ് മാർക്കറ്റ് കോംപ്ലക്സിനകത്താണ്. അതില് കാർഷിക വിവര സങ്കേതം എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടി നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഗൈഡൻസിൽ തന്നെ പ്രവർത്തിക്കുന്നു. കേരളം ഒട്ടുക്കുള്ള കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളെ കുറിച്ചിട്ടുള്ള കോൾ സെന്റർ ഈ വിവര സങ്കേതത്തിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് അപ്പോൾ വരുന്ന എന്ത് പദ്ധതികൾ, എന്ത് കൃഷിയിലുള്ള പ്രശ്നങ്ങൾ, എന്ത് സ്കീമിനെ പറ്റിയുള്ള തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു വിവരസങ്കേതം ടീമിനോട് വിളിച്ച് ചോദിക്കാം. അഗ്രികൾച്ചറിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത ഒരു കൂട്ടം പ്രഗത്ഭരായ ആൾക്കാരാണ് ഈ വിവരസങ്കേതം ടീം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഇതിന്റെ സേവനവും SFACയുടെ കീഴിലാണ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് SFAC പ്രധാനമായിട്ട് 3 പദ്ധതികളാണ് നടപ്പാക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. അത് കഴിഞ്ഞ വർഷം വരെ MSME എന്ന് പറയുന്ന ഒരു പദ്ധതി മാത്രമായിരുന്നു. ഇത്തവണ ഈ വർഷം മുതൽ FPOയും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പും, അഗ്രികൾച്ചർ മേഖലയിലുള്ള കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളും നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ വളരെ പണ്ട് മുതലേ നമ്മൾ കൈകാര്യം ചെയ്തു വന്നിരുന്ന MSME പദ്ധതി എന്താണെന്ന് നോക്കാം. കാർഷിക മേഖലയിലെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം മൂല്യവർദ്ധന സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹന പദ്ധതിയാണ് MSME എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് ആദ്യത്തെ M മൈക്രോ, രണ്ടാമത്തത് S ആണ്, അത് സ്മോൾ, മൂന്നാമത്തെ M എന്ന് പറയുന്നത് മീഡിയം, എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ സംരംഭങ്ങൾ. അപ്പം ചെറുകിട, സൂക്ഷ്മ, ചെറുകിട, ഇടത്തര മൂല്യവർദ്ധന സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹന പദ്ധതിയാണ് SFAC പണ്ട് മുതലേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി, MSME പദ്ധതി. ആ പദ്ധതിയിൽ ഒട്ടനവധി എന്റർപ്രന്യൂവേഴ്സ് അല്ലെങ്കിൽ സംരംഭകര് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവരുടെ സംരംഭത്വ പ്രോത്സാഹനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. പല ആൾക്കാരും അവരുടെ ബ്രാൻഡ് നെയിമോടുകൂടി എക്സ്പോർട്ട് മേഖലയിലേക്കും കടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വനിതയുടെ പടമാണ് നിങ്ങളിപ്പോ കാണുന്നത്. അവര് ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അവരവരുടെ സംരംഭത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പാഷൻ ഫ്രൂട്ട്, വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, അതുപോലെ നമുക്ക് പരിചിതമായിട്ടുള്ള നേന്ത്രക്കായ, ഇങ്ങനെയുള്ള പല അഗ്രി ബേസ്ഡ് ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപ്പാക്കി കൊണ്ടുവരുന്നതിന് അവർക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് ആയിട്ട്, സബ്സിഡി ആയിട്ട്, തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയായിട്ട് കൊടുക്കുന്ന സഹായമാണ് SFAC നാളിതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ഫാക്ടറികൾ ഇപ്പോ ഈ സാമ്പത്തിക സഹായത്തോടുകൂടി കേരളത്തിലെ ഉടനീളം എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെയൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കുന്നതിന് നമുക്ക് നല്ലൊരു ടെക്നിക്കൽ ടീമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫാക്ടറി വിസിറ്റ് ചെയ്യും. അതിന്റെ പ്രവർത്തനക്ഷമത, അതിന്റെ ഫീസിബിലിറ്റി ഒക്കെ വിലയിരുത്തും. ഇത് 1-2 ചിത്രങ്ങളാണ്. അത്തരത്തിലുള്ള ചെറിയ ഫാക്ടറികളും അതുപോലെ തന്നെ വലിയ ഫാക്ടറികളും ഇന്ന് നിലവിൽ ഈ സംരംഭത്വ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. ആഭ്യന്തര ഉപയോഗത്തിന് ശേഷം ബാക്കിയായി വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് മൂല്യവർദ്ധന മേഖലയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അധിക വരുമാനം വളരെ നല്ലൊരു വളർച്ചയ്ക്ക് അത് ഹേതുവാണ്. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള ഊന്നിയ ഒരു മുന്നേറ്റമാണ് നമുക്ക് ഇനി വരുന്ന കാർഷിക ജനതയ്ക്കും അതുപോലെ തന്നെ കാർഷിക കേരളത്തിലും വളരെ അത്യാവശ്യം. നമുക്ക് തന്നെ അറിയാം, പല കമ്പോളങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറികളിലും അതുപോലെ പഴവർഗ്ഗങ്ങളിലും ഒരുപാട് വേസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ എടുത്തെറിയുകയാണ്. കൊലകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികളിൽ നിന്ന് താഴേക്ക് എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തില് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച് വരുന്ന ആ ഒരു സാധനത്തിന് ന്യായമായ വില കിട്ടുന്നതിന്, അതിന്റെ ഹാൻഡിലിങ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ മറ്റ് മേഖലകളിലേക്ക് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുകയാണെങ്കിൽ അത് ചവിട്ടിക്കുഴച്ച രീതിയിലുള്ള ഒരു സാധനം നമുക്ക് കൊടുത്താൽ പറ്റില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുകൂടി വളരെ അത്യാവശ്യമായി നമ്മൾ നോക്കേണ്ട മേഖലയിലേക്ക് വരുന്നു. സംരംഭകരും ഉൽപാദകരും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ശൃംഖലയുടെ കണ്ണികളാണ്. ഇത് രണ്ടുപേരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കൃഷി കൂടുതൽ ലാഭകരമാക്കുന്നതിന് സാധിക്കുകയുള്ളൂ. SFACയുടെ കീഴിലുള്ള ഒരുപാട് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിലുള്ള ഇതര ബ്രാൻഡുകളിലായിട്ട് മാളുകളിലും അതുപോലെ ചെറുകിട ഹൈപ്പർ മാർക്കറ്റുകളിൽ, അല്ലാത്ത ചെറുകിട റീറ്റെയിൽ കടകളിൽ ഒക്കെ തന്നെ നമ്മുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളായിട്ട് നിരന്നു കഴിഞ്ഞു. മൂല്യവർദ്ധനവ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഫ്രൂട്ട് എടുത്താൽ അതുകൊണ്ടുള്ള സ്ക്വാഷ്, അതുകൊണ്ടുള്ള ജാം, അല്ലെങ്കിൽ അത് ഉണക്കി സൂക്ഷിക്കുക, ഇത് മാത്രമല്ല മൂല്യവർദ്ധനവിന്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപാട് മേഖലകൾ
ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു ഉൽപ്പന്നം, വാല്യൂ ആഡഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന്റെ സൂക്ഷിപ്പ് കാലം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഉൽപ്പന്നം എത്ര നാള് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നു, നല്ല പാക്കിംഗ് സംവിധാനങ്ങൾ. നമുക്ക് തന്നെ അറിയാം, സാധാരണ രീതിയിൽ നമ്മൾ ഓയിൽ ബേസ്ഡ് ഇപ്പൊ അച്ചാറുകൾ, അപ്പൊ അത് പാക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം വേണം. അതുപോലെ തന്നെ ചിപ്സ്, പറ്റല് പോലെയുള്ളതിനകത്ത് എയർ കടക്കാതിരിക്കാനും അതിനകത്ത് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും അതിൻ്റെതായ പാക്കിംഗ് ഒരു വേറൊരു രീതിയാണ്. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇപ്പൊ ഓയിൽ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സ്ക്വാഷ്, റെഡി ടു സെർവ് ബിവറേജസ്, ഇതിനൊക്കെ അതിൻ്റെതായ പ്രത്യേക പാക്കിംഗ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ രീതി, നമ്മൾ കാർട്ടൺസിൽ അടുക്കി വെച്ച സാധനം കൃത്യമായ രീതിയിൽ അടുക്ക് വിട്ട് ഒന്ന് മറിഞ്ഞാൽ പോലും അതിന്റെ അകത്തുള്ള സൂക്ഷിപ്പ് കാലത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇത്തരത്തിലുള്ള മേഖലകളിലുള്ള കൃത്യമായ അറിവും പരിജ്ഞാനവും പ്രത്യേകിച്ച് സംരംഭകത്വത്തിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെയൊക്കെ പഴം, പച്ചക്കറി അങ്ങനെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി തൊലിചെത്തി കഷ്ണങ്ങളാക്കി അപ്പൊ തന്നെ ആഹരിക്കുന്നതിനായി തയ്യാർ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രൈമറി പ്രോസസ്സിംഗ്. അത് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, FFV എന്ന് പറയും. അങ്ങനെയുള്ളത് വലിയ മാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നവും നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ ഒരു ഉൽപ്പന്നം നമ്മൾ കൊണ്ടുപോയി അത് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് കയ്യിൽ കിട്ടുന്നത് വരെ, അദ്ദേഹം അത് കഴിക്കുന്നത് വരെ ആ ഉൽപ്പന്നം കേടാവാതെ സൂക്ഷിക്കുന്നതിന് പ്രത്യേക തലത്തിലുള്ള താപനിലയും മറ്റ് സജ്ജീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഫ്രഷ് ആയിട്ടുള്ള പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷിപ്പ് കാലത്തേക്ക് കൊണ്ടുപോകുന്നതിന് സെക്കൻഡറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനും ഇതേപോലെ തന്നെ സംരംഭകത്വത്തിന് ആവശ്യമാണ്. നമുക്ക് ഈ ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നല്ല മാമ്പഴം, നല്ല കളറും ഗുണനിലവാരവും ഉള്ള മാമ്പഴം അല്ലെങ്കിൽ വരിക്കച്ചക്ക, ഇതൊക്കെ തന്നെയും നമുക്ക് അടർത്തി അതിന്റെ എടുത്ത് നമ്മൾ പ്രത്യേകം രീതിയിൽ സിൽവർ ഫോയിലൊക്കെ ഇട്ട് അതിനെ പാക്ക് ചെയ്ത് ഉപഭോക്താവിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും സൂക്ഷിപ്പ് കാലം ഈ ഒരു പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം തുലവും തുച്ഛമാണ്. മറ്റേതെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഫ്രഷ് കട്ടായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രൈമറി പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് സൂക്ഷിപ്പ് കാലം കുറവാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ വെക്കും തോറും, മണിക്കൂറുകൾ കഴിയും തോറും ഈ സംഗതിക്കുള്ള മൂലകങ്ങളും ധാതുക്കളും സമയം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഇവയുടെ പോഷക ഗുണവും മറ്റ് സവിശേഷതകളും നിലനിർത്താൻ കഴിയൂ. ഇതൊക്കെയാണ് അതിനകത്ത് കടക്കേണ്ട കടമ്പകൾ. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്ന് പറയുന്നത് അതിന്റെ മണം, അതിന്റെ സ്നിഗ്ധത, കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആകർഷകമായ അതിന്റെ ആ തിളക്കവും ഒക്കെ നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പ്രത്യേക സംവിധാനം, സജ്ജീകരണങ്ങൾ ആവശ്യമായി വരും. അപ്പൊ അതാണ് പ്രൈമറി ആയിട്ടുള്ള പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള ഇപ്പൊ പ്രൈമറി പ്രോസസ്സിംഗിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല ആധുനിക മെഷീൻസിന്റെ സംവിധാനത്തോടു കൂടി ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ എന്റർപ്രന്യൂവേഴ്സിന് വേണ്ടി സംരംഭകത്വ പ്രോത്സാഹനത്തിനായി പ്രധാനപ്പെട്ട സ്കീമാണ് എന്ന് ആദ്യമേ പറഞ്ഞു, MSME പദ്ധതി. MSME പദ്ധതി ആദ്യത്തത് സൂക്ഷ്മതല സംരംഭം, രണ്ടാമത്തത് ചെറുകിട സംരംഭം, മൂന്നാമത്തത് ഇടത്തര സംരംഭം. എങ്ങനെയാണ് ഈ സംരംഭങ്ങളെ സൂക്ഷ്മതലം, ചെറുകിട, ഇടത്തരം എന്നിങ്ങനെ തിരിക്കുന്നത് നമുക്ക് നോക്കാം. ചെറിയൊരു സംരംഭകം, അതിനകത്ത് ഒരു 5 ലക്ഷം രൂപ മുതൽ അതിന് മുതൽ മുടക്ക് വരികയാണ്. 25 ലക്ഷം രൂപ വരെയുള്ള മുതൽ മുടക്കിൽ വരുന്ന ഒരു ചെറിയ സംരംഭത്തിനാണ് സൂക്ഷ്മതല സംരംഭം എന്ന് പറയുന്നത്. ഈ 25 ലക്ഷം മുതൽ അത് 1 കോടി വരെ ഉള്ള മൂലധന നിക്ഷേപം ഉള്ള സംരംഭമാണെങ്കിൽ അതിനെ ചെറുകിട സംരംഭമായും 1 കോടി മുതൽ 5 കോടി വരെ ഉള്ള സംരംഭങ്ങൾക്ക് ഇടത്തരം സംരംഭമായും വിവക്ഷിക്കപ്പെടുന്നു. ഇനി എന്താണ് ഇതിന്റെയൊക്കെ സബ്സിഡി പാറ്റേൺ? ഏറ്റവും ചെറിയ സംരംഭങ്ങൾ 25 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്ക് 50% സബ്സിഡിയാണ് കൊടുക്കുന്നത്. പരമാവധി ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ ചെറുകിട സംരംഭങ്ങൾക്ക് 40% സബ്സിഡി, പരമാവധി 25 ലക്ഷം രൂപയും, ഇടത്തര സംരംഭങ്ങൾക്ക് 30% സബ്സിഡി, പരമാവധി 50 ലക്ഷം രൂപയുമാണ് കൊടുക്കുന്നത്.
അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 25 ലക്ഷം രൂപയൊക്കെ മുതൽ മുടക്കി എങ്ങനെ ഞങ്ങൾ സംരംഭം തുടങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ എങ്ങനെ നമുക്ക് എടുത്തു മാറ്റാൻ കഴിയും എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ വരാം. പക്ഷെ അതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഒരു സംരംഭകത്വം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു കൊച്ചു ഫാക്ടറി യൂണിറ്റ് എങ്കിലും വേണം. അപ്പൊ 4 പാടും അടച്ചുറപ്പുള്ള ഒരു കൊച്ചു കെട്ടിടം വേണം. ആ കെട്ടിടത്തിൽ വൃത്തിയുള്ള രീതിയിലുള്ള കാരണം ഫുഡാണ് നമ്മൾ അതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ വൃത്തിയുള്ള പരിസരവും വൃത്തിയുള്ള അകവും ആ കെട്ടിടത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞും ഉണക്കിയും ഉള്ള സാധാരണ പരമ്പരാഗത രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് സാങ്കേതിക വിദ്യ, മികവുറ്റ സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുന്ന മെഷീനറികൾ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള പൈസ, ഈ കെട്ടിടത്തിനുള്ള പൈസ, പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ പാക്കിങ്, ഇത് എവിടെ നിന്ന് കിട്ടും ഈ സംരംഭത്തിനുള്ള ടെക്നോളജി, ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ ആ ടെക്നോളജി പഠിക്കാൻ നിങ്ങളെ വിടാം. അപ്പൊ അത് മൊത്തം ഒരുപാട് ഈ ടെക്നോളജി തരുന്ന റിസർച്ച് സ്റ്റേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിന്റെയൊക്കെ അഡ്രസ്സ് ഞാൻ ഈ താഴെ പറയുന്ന പ്രസന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അതുപോലെ കാർഷിക സർവകലാശാലയുടെയും അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹായത്തോട് കിട്ടുന്ന ടെക്നോളജി, ഏത് ടെക്നോളജി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ടെക്നോളജി അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങണമെങ്കിൽ അതിന്റെ ഫീസും ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ സബ്സിഡിയിൽ ഉൾപ്പെടുത്താം. കെട്ടിടത്തിന്റെ തുക, നല്ല ക്വാളിറ്റി മെഷീനറീസ് ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ ആ മെഷീനറീസിന്റെ തുക, നിങ്ങൾക്ക് ഇലക്ട്രിഫിക്കേഷൻ വർക്കിന്റെ തുക, നിങ്ങൾ ഒരുപാട് പ്രോസസ്സിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ തൊലി ചെത്തിക്കളയുന്നത്, അതിന്റെ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആവശ്യമാണെങ്കിൽ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി വരുന്ന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള തുക, ഇങ്ങനെയുള്ള എല്ലാ തുകകളും കൂടി നമ്മൾ കൂട്ടിയെടുക്കുന്നതാണ് ഒരു സംരംഭത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. അത് 25 ലക്ഷം രൂപ വരിക എന്ന് പറയുന്നത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു സംരംഭത്വ പ്രോത്സാഹനത്തിന് അത്യാവശ്യം വേണ്ട തുക മാത്രമേ ആകുന്നുള്ളൂ. ഇത് തന്നെ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ലോൺ ആയിട്ടല്ല, ഇത് നിങ്ങളുടെ ഗ്രാൻഡ് ആയിട്ടാണ് തരുന്നത്. നിങ്ങളുടെ ലോണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കണം. ആ ലോണില് ഈ തുക നിങ്ങൾക്ക് ബാക്ക് എൻഡഡ് സബ്സിഡി ആയിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതിക്ക് ആവശ്യമായ കെട്ടിട നിർമ്മാണം, യന്ത്രവൽക്കരണം, മാലിന്യ സംസ്കരണം, ഓഫീസ് ഉപകരണം, നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വേണം, നിങ്ങൾക്കൊരു ഓഫീസിലെ ഒരു കമ്പ്യൂട്ടർ ചെയർ വേണം, ഒരു കമ്പ്യൂട്ടർ ടേബിൾ വേണം, അത്യാവശ്യം ഒരു പ്രിന്റർ വേണം, ഒരു പ്രൊജക്ടർ വേണം. ഇതിനൊക്കെ തന്നെയുള്ള തുക ഈ പറയുന്ന സബ്സിഡിയിൽ അടങ്ങിയിരിക്കുന്നു. നമുക്ക് എല്ലാ തരത്തിലുള്ള അഗ്രികൾച്ചർ ബേസ്ഡ് ഉൽപ്പന്നങ്ങളും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കവർ ചെയ്യുന്നില്ല. നമുക്ക് എണ്ണ മില്ലുകൾ സാധാരണ രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മികവുറ്റ ഒരു സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലല്ലാതെ റൺ ചെയ്തുകൊണ്ട് പോകുന്ന കറി പൗഡർ യൂണിറ്റ്, അപ്പം മാവ് യൂണിറ്റ്, ബേക്കറി യൂണിറ്റ്, കശുവണ്ടി യൂണിറ്റ്, കയർ യൂണിറ്റ്, വള നിർമ്മാണ യൂണിറ്റ്, ഇങ്ങനെയുള്ള ധാന്യ മില്ലുകൾ, അരി പൊടിക്കല്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, സാധാരണ ചക്കിലാട്ടുന്ന എണ്ണ, ഇതൊന്നും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുകയില്ല. അപ്പൊ അതായത് പുതിയൊരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യ അതിനകത്ത് വേണം. അത് ബാക്ക് ചെയ്തിട്ട് കൊണ്ട് അതിനെ ഉപോത്ബലകമാക്കി കൊണ്ടുവരുന്ന ഒരു സംരംഭകത്വ പ്രോത്സാഹനത്തിന് മാത്രമാണ് MSME സ്കീമിൽ കൂടി അസിസ്റ്റൻസ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു സംരംഭക ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളിന് SFACയുടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. SFACയുടെ വെബ്സൈറ്റ് ചുമന്ന അക്ഷരത്തിൽ സ്ക്രീനിൽ കാണാം. www.sfackerala.org എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു ലോഗിൻ പേജ് കാണും. നിങ്ങൾ ആ ലോഗിൻ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്കൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് കയറാവുന്നതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കാണാം. ഇതാണ് അപേക്ഷയുടെ ഫ്രണ്ട് പേജ്. ഒരു 3-4 പേജ് കാണും അപേക്ഷ. അതിന്റെ ഓരോ ഘട്ടം കഴിയും തോറും നിങ്ങൾ അത് ക്ലിയർ ആയി എന്ന് മുകളിലത്തെ ടിക്ക് മാർക്ക് രേഖപ്പെടുത്തും. അതിന്റെ ഫൈനൽ സബ്മിഷനിൽ നിങ്ങൾ ഇതിന്റെ കൂടെ വെക്കേണ്ട എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെല്ലാം ആ അപേക്ഷയിൽ പറയും. ഒരു പ്രോജക്റ്റ് നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുകയാണെങ്കിൽ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ല അപ്പൊ അപേക്ഷിക്കേണ്ടത്. അത് ഫീൽഡ് തലത്തിൽ ഇംപ്ലിമെന്റിങ് ആയതിനു ശേഷമാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ അതായത് സ്വപ്ന പദ്ധതി തീർച്ചയായും യാഥാർത്ഥ്യമാക്കിയതിനു ശേഷമേ നിങ്ങൾക്ക് SFACയുടെ സബ്സിഡി കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുള്ള മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തിയിരിക്കണം.
ബാങ്കിനെ സമീപിച്ചിരിക്കണം. ബാങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ വിശദാംശങ്ങൾ കൊടുക്കണം. ബാങ്ക് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ ലോൺ തുക എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ആ തുക നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് യന്ത്രങ്ങൾ വാങ്ങാം. മറ്റ് എല്ലാ തരത്തിലുള്ള സാമഗ്രികളും നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗപ്പെടുത്താം. അതിനുശേഷം ഫാക്ടറി റണ്ണിങ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് നോക്കും. SFACക്ക് ഒരു ടെക്നിക്കൽ ടീമുണ്ട്. എല്ലാ മേഖലയിലുമുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സ് അടങ്ങിയ ഈ ടീം വന്ന് നോക്കുകയും നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സംരംഭകത്വം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ലോൺ അക്കൗണ്ടിലേക്ക് വകയിരുത്തുകയും ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾ SFACയിൽ ഹാജരാക്കേണ്ടെന്നുള്ളതാണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. പ്രോജക്റ്റിന്റെ വിശദാംശങ്ങൾ, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ, എന്ത് ഇനത്തിലാണ് നിങ്ങൾ, ചക്കയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പപ്പായ അല്ലെങ്കിൽ പച്ചക്കറികൾ, ഏതിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, യന്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒറിജിനൽ ബില്ലുകള്, നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധൂകരിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാല്യുവേഷൻ ഞങ്ങൾക്ക് ഹാജരാക്കണം. പ്രോജക്റ്റിന്റെ മറ്റ് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളുടെ വാല്യുവേഷൻ, ഇങ്ങനെയുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നമുക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. ധനകാര്യ സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വായ്പ എടുക്കാം. വായ്പാ ബന്ധിത പദ്ധതികൾ മാത്രമേ SFAC പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ബാങ്ക്, ദേശസാൽകൃത ബാങ്ക്, മറ്റ് സ്വകാര്യ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്ക്, സഹകരണ ബാങ്ക്, ഗ്രാമീണ ബാങ്ക് എന്ന് നിങ്ങൾക്ക് അടുത്തുള്ളതും നിങ്ങൾക്ക് കൂടുതൽ പരിചയമുള്ളതുമായ ഏത് ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് വായ്പ എടുക്കാവുന്നതാണ്. ബാക്ക് എൻഡഡ് സബ്സിഡി ആയിട്ട് ആണ് ഞങ്ങളുടെ ഗ്രാന്റ് നിങ്ങൾക്ക് എത്തുന്നത്. ബാക്ക് എൻഡഡ് സബ്സിഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഭാഗം നിങ്ങൾ ചെലവാക്കി കഴിയണം. ആ ചെലവാക്കി കഴിഞ്ഞ് നിങ്ങളുടെ ഫാക്ടറി റൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ സബ്സിഡി തുക നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കുക. ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വായ്പ എടുക്കാം. ബാങ്ക് വായ്പ അനുവദിക്കുന്ന മുറയ്ക്ക് പ്രോജക്ട് റിപ്പോർട്ട്, ബാങ്കിന്റെ അനുമതി പത്രവും SFAC, അതായത് ലോൺ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് നൽകുന്ന ഒരു പേപ്പറാണ് അനുമതി പത്രം. അതും നമുക്ക് SFACക്ക് സമർപ്പിക്കേണ്ടതാണ്. സംയുക്ത സംരംഭ പ്രോജക്റ്റുകളുണ്ട്. ഇപ്പൊ 4-5 പേര് ഒന്നിച്ച് ചേർന്നിട്ടാണ് ഒരു പ്രോജക്റ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ 2 പേര് ഒന്നിച്ച് ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഉടമ്പടി ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ കുറെ പേരുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് ചേർന്നിട്ട് ഒരു മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യും. അങ്ങനെയുള്ള സൊസൈറ്റികൾക്കും ഇത്തരത്തിലൊരു പ്രോത്സാഹന പദ്ധതിയിൽ അംഗങ്ങളാകാവുന്നതാണ്. ഇങ്ങനെയുള്ളവരൊക്കെ ഒറ്റ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഒന്നിച്ചൊരു ബോർഡ്, ഒരു അസോസിയേഷന്റെ കീഴിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത രേഖകൾ SFACക്ക് നൽകണം. 2 പേര് ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉടമ്പടിയിലാണെങ്കിൽ അത്തരം ഉടമ്പടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീഡ് എഗ്രിമെന്റ് അത് SFACക്ക് ഹാജരാക്കണം. ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ സബ്സിഡി കൊടുക്കേണ്ടതെന്നുള്ളതും തീർച്ചയായും ആ പറയുന്ന പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. സ്വന്തം പേരിലുള്ള സ്ഥലമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ടത്തിനടുത്ത ഒരു സ്ഥലത്തും ഇത് തുടങ്ങാം. പക്ഷെ പാട്ടത്തിനടുത്ത സ്ഥലത്താവുമ്പോൾ 10 വർഷത്തിലെങ്കിലും കൂടുതൽ പാട്ടകാലാവധിയുള്ള, പാട്ടക്കരാറിന്റെ കാലാവധിയുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾ തുടങ്ങി, നാളെ ആവുമ്പോൾ അവർ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സബ്സിഡിയും നിങ്ങളുടെ സംരംഭകത്വം എല്ലാം വേസ്റ്റ് ആവത്തില്ലേ? അപ്പൊ അതുകൊണ്ട് 10 വർഷമെങ്കിലും മിനിമം ഉള്ള പാട്ടത്തിനാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ കഴിയൂ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഇപ്പൊ നിങ്ങൾ ഒരു എങ്ങും കാണാത്ത ഒരു പ്രത്യേക ഒരു സാധനത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തില് ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള മൂല്യവർദ്ധനവ് നടത്താൻ ഈ ഉൽപ്പന്നത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മേഖലയിൽ തുടങ്ങാൻ നമുക്ക് താല്പര്യമാണ് എന്ന് സാധൂകരിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ്, അങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിയിരിക്കണം ഏതൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വയനാട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഞ്ചിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ വയനാടൻ മേഖലയിൽ ഒരുപാട് ഇഞ്ചിയുടെ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികൾക്കാണ് അവിടെ സാധ്യതയുള്ളത്. അതേസമയം അതേ സാധ്യത ആയിരിക്കത്തില്ല കുറച്ചുകൂടി വേറൊരു മേഖലയിലേക്ക് വരുമ്പോൾ. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ലഭ്യത, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയുടെ സാധ്യത കൂടി നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത, ഒരു മാർക്കറ്റ് സ്റ്റഡി നമ്മൾ കൃത്യമായി നടത്തിയതിനു ശേഷമേ ഇന്ന ഒരു ഉൽപ്പന്നത്തിലേക്കും മറ്റ് പലതരത്തിലുള്ള
മേഖല യന്ത്രവൽക്കര സാമഗ്രികളെല്ലാം നമ്മൾ വരുത്തണം, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, അവിടെ ടെക്നീഷ്യൻസ് വന്ന് നമുക്കത് പറഞ്ഞു തരും. ഈ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ ഇത് വാങ്ങാൻ കൃത്യമായ ആൾക്കാരുണ്ടോ, വർഷം മുഴുവൻ നമ്മുടെ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും അവർ വാങ്ങുമോ, ഇത്തരത്തിലുള്ള മാർക്കറ്റ് അനാലിസിസ് കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. പദ്ധതി രൂപരേഖ SFACയുടെ സാങ്കേതിക സമിതിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കിയ ശേഷം നമ്മുടെ ബാക്ക് എൻഡഡ് സബ്സിഡി ആയിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് മുഖാന്തരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ തരുന്നത്. പദ്ധതി പ്രവർത്തനം തുടങ്ങി കുറഞ്ഞത് 5 വർഷമെങ്കിലും വിജയകരമായി ആ പദ്ധതി നടപ്പാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സബ്സിഡി തുക തിരിച്ചുപിടിക്കാൻ നിയമപരമായിട്ട് സർക്കാരിന് അധികാരമുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അന്തിമമായ അനുമതി നൽകുന്നത് SFAC അല്ല, SFACയുടെ ഗവേണിംഗ് ബോഡി ഉണ്ട്, APC ആണ് അതിന്റെ ചെയർമാൻ. അപ്പൊ APC നിങ്ങൾക്കറിയാം, നമുക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി അഗ്രികൾച്ചർ ആണ്, അതേപോലെ നമ്മുടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കീഴില് പ്രവർത്തിക്കുന്ന ആ ഒരു കമ്മിറ്റിയിൽ, ഗവേണിംഗ് ബോഡിയിൽ ഒരുപാട് പേര് അംഗങ്ങളായിട്ടുണ്ട്. അവർ തീരുമാനിക്കും ഇത് നമുക്ക് ഫീസിബിൾ ആയിട്ടൊരു സാധനമാണോ എന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ് അയാൾക്ക് സോയാബീനിൽ നിന്ന് സോയാ സോസ് ഉണ്ടാക്കണം. അപ്പൊ 50% ഓഫ് ദ പ്രോഡക്റ്റും കേരളത്തിനകത്ത് ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമല്ല ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അയാൾക്ക് കമ്പനി ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്, മെഷീനറി ഉണ്ട്, അയാളുടെ പ്രോഡക്റ്റ് വിൽക്കും, മാർക്കറ്റിനകത്ത് ഒരുപാട് ആ സാധനത്തിന് അയാൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അയാൾ വേറൊരു സംസ്ഥാനത്ത് നിന്ന് ആണ് അയാൾ സോയാബീൻ ഇതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി വരുത്തുന്നത്. തീർച്ചയായും ഗവേണിംഗ് ബോഡി അത് എതിർത്ത് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, നമ്മുടെ കേരളത്തിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാക്കി എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്താലും അദ്ദേഹത്തിന് ആ ഉൽപ്പന്നത്തിന് സബ്സിഡി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ വരെ കൊടുക്കാം? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മാനദണ്ഡങ്ങളുണ്ട് ഈ സഹായത്തിന്. സൂക്ഷ്മതല സംരംഭം, ചെറുകിട സംരംഭം, ഇടത്തര സംരംഭം. ഒരു ബിൽഡിങ്ങിന് സൂക്ഷ്മതല സംരംഭം ആണെങ്കിൽ അവര് 5 ലക്ഷം രൂപയാണ് ആ ബിൽഡിങ്ങിന് കൊടുക്കുന്നത്. നമ്മുടെ വാല്യുവേഷൻ എടുക്കും. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിന് താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ വാല്യുവേഷൻ നമ്മൾ എടുക്കും. ആ വാല്യുവേഷൻ പ്രകാരം അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ സൂക്ഷ്മതല സംരംഭത്തിന് 5 ലക്ഷം രൂപ വരെയും, ചെറുകിട സംരംഭത്തിന് 10 ലക്ഷം രൂപ വരെയും, ഇടത്തര സംരംഭങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെയും നമ്മൾ ബിൽഡിങ്ങിന് സഹായം അനുവദിക്കുന്നു. അതിന്റെ പ്ലാനും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് വാല്യുവേഷനും നമുക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇലക്ട്രിഫിക്കേഷൻ വർക്കിന് പരമാവധി 50,000 രൂപ കൊടുക്കും. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വാല്യുവേഷൻ അത് ആവശ്യമാണ്. ഓഫീസ് ഉപകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ, ഒരു മിനിമം ഓഫീസ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഏത് ബില്ലുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. GST അതിനകത്ത് നിർബന്ധമാണ്. ആ ബില്ല് പ്രകാരം നമ്മൾ പരമാവധി 1 ലക്ഷം രൂപയാണ് സബ്സിഡി ആയിട്ട് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ മെഷീനറികൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഏത് കൺട്രിയിൽ നിന്ന് വേണമെങ്കിലും, ഏത് സംസ്ഥാനത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് മെഷീനറീസ് വാങ്ങാം. സൂക്ഷ്മ സ്ഥല സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ, ചെറുകിട സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപയും, ഇടത്തര സംരംഭങ്ങൾക്ക് 25 ലക്ഷം രൂപയുമാണ് മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ഇതിനകത്ത് ഉൾപ്പെടുത്തും. അതുപോലെ ജനറേറ്റർ സെറ്റുകൾ, പൈപ്പ് ലൈന്, ബോയിലേഴ്സ്, പാസ്ചറൈസിംഗ് യൂണിറ്റ്, എന്ത് തരത്തിലുള്ള ഉപകരണങ്ങൾ എല്ലാം ഇതിനകത്ത് വരും. സാങ്കേതിക വിദ്യ, നിങ്ങൾക്ക് ഏത് റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് സാങ്കേതിക വിദ്യ വാങ്ങാം. പരമാവധി 50,000 രൂപ, 50% സബ്സിഡി, 50,000 രൂപ വരെ ആ സാങ്കേതിക വിദ്യക്ക് നമ്മൾ പൈസയായിട്ട് കൊടുക്കും. പാക്കേജിംഗ് ഉപകരണങ്ങൾ പരമാവധി 5 ലക്ഷം രൂപ പാക്കേജിംഗ് ഉപകരണങ്ങൾ. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ, അതിന്റെ സൂക്ഷിപ്പ് കാലം നിലനിൽക്കുന്നത് അതിന്റെ പാക്കേജിംഗ് മെറ്റീരിയലിലാണ്. അപ്പം എത്ര 3 ലെയർ പാക്കിംഗ് ആണോ, 2 ലെയർ പാക്കിംഗ് ആണോ, ഏത് തരത്തിലുള്ള പാക്കിംഗ് ആണ് അതിനകത്ത് വേണ്ടെന്നുള്ളത്, ആ ഉൽപ്പന്നം എന്താണ് അതിന്റെ തരം എന്നതനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുക. ഓയിൽ ബേസ്ഡ് അല്ലാതെ വേറെ ഡ്രൈ ആയിട്ടുള്ള സാധനം, അപ്പൊ ഇതിനൊക്കെ വേറെ വേറെ തരത്തിലുള്ള പാക്കിംഗ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പാക്കിങ്ങിന് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായിട്ട് സഹകരിച്ച് SFAC കഴിഞ്ഞ ഈ ജനുവരി ഫെബ്രുവരി മാസം നമ്മൾ നല്ലൊരു ട്രെയിനിങ് നടത്തിയിരുന്നു. അതിന്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയൊരു ഉൽപ്പന്നം നമ്മളെ ഒരു ഇത്രയും സൂക്ഷിപ്പ് കാലം, ഇപ്പൊ 6 മാസത്തിൽ നിന്ന് 1 വർഷത്തോളം സൂക്ഷിപ്പ് കാലം ആക്കുന്നതിന് നമ്മളൊരു കൊച്ചു ഉൽപ്പന്നമാണെങ്കിൽ കൂടി 2-2.5 ലക്ഷം രൂപയാണ് അതിന്റെ ടെക്നോളജിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പൊ അത്രമാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മേഖലയാണ് ഈ പാക്കേജിംഗ് എന്ന് പറയുന്ന വിഭാഗം.
അതുപോലെ തന്നെ പരിശീലനം, മറ്റേതെങ്കിലും ട്രെയിനിങ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി മൂല്യവർദ്ധന മേഖലയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപയോളം നിങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ച തുകയുടെ രസീത് ഹാജരാക്കിയാൽ ആ എമൗണ്ട് നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് തരുന്നതാണ്. പരമാവധി അത്തരം ട്രെയിനിങ്ങുകൾക്ക് നമ്മൾ 10,000 രൂപ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ പോയ വണ്ടിക്കൂലിയും മറ്റ് ചെലവുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ അടച്ച രസീതാണ് ഹാജരാക്കേണ്ടത്. നമ്മുടെ MSME സ്കീമിന്റെ എങ്ങനെയാണ് അത് വാല്യൂ ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ ചാർട്ട് പ്രകാരം കാണിക്കുന്നത്. ആദ്യം ആപ്ലിക്കേഷൻ നമ്മൾ അവിടെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ ഹാർഡ് കോപ്പി നമ്മൾ വാങ്ങും. ആപ്ലിക്കേഷൻ SFAC പരിശോധിക്കും. നമ്മൾ ആപ്ലിക്കന്റ് ഗുണഭോക്താവുമായിട്ട് ഒരു ചെറിയ ഇന്റർവ്യൂവും നടത്തും. ഗുണഭോക്താവിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പൊ പ്രാവർത്തികമാക്കിയ നടപടികളും പ്രസന്റ് ചെയ്യിപ്പിക്കും. എലിജിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഉപഭോക്താക്കളെ നമ്മൾ തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രൈമറി അപ്രൂവൽ ലെറ്റർ അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ യൂണിറ്റ് പോയി വിസിറ്റ് ചെയ്യും. ടെക്നിക്കൽ കമ്മിറ്റിയോടൊപ്പം ജനറൽ ബോഡിയിൽ വെക്കും. SFAC ഇവർക്ക് ഇത്ര രൂപ കൊടുക്കാവുന്നതാണ് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ഗവേണിംഗ് ബോഡിയിൽ വെക്കും. ഗവേണിംഗ് ബോഡി ഞാൻ നേരത്തെ പറഞ്ഞ APC ആണ് അതിന്റെ ചെയർമാൻ. അപ്പോ അവിടെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സബ്സിഡി റിസർവ് ഫണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി ട്രാൻസ്ഫർ ചെയ്യും. ബാക്ക് എൻഡഡ് സബ്സിഡിയാണ്. 3 വർഷമാവുമ്പോഴാണ് ഈ സബ്സിഡി അദ്ദേഹത്തിന്റെ ഫുൾ ആയിട്ട് അതിന്റെ ലോണിലേക്ക് ലയിക്കുക. അതുവരെ ആ പൈസ കൊടുത്തതിന്റെ ഒരു പലിശയും ആ ലോണിൽ നിന്ന് ഈ ഗുണഭോക്താവ് അടയ്ക്കേണ്ടതില്ല. ഈ പൈസ ഇട്ടത് മുതൽ ഈ ലയിക്കുന്നത് വരെയുള്ള മുഴുവൻ സമയ കാലാവധിയിലുള്ള പലിശ അപ്പോൾ ഇല്ലാതാവും. പല തരത്തിലുള്ള ടെക്നോളജി പ്രൊവൈഡേഴ്സ് നമുക്കുണ്ട്. നാഷണലും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കുണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ ടെക്നോളജി അത്യാധുനികമായ ടെക്നോളജി നിങ്ങൾക്ക് വാങ്ങാമോ, പോയി പഠിക്കാമോ, അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. CFTRI മൈസൂർ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. DFRL ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബ് മൈസൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി IIFT തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിനും അതുപോലെ തന്നെ നാളികേരത്തിന്റെ വിവിധ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ടെക്നോളജി തരാനുണ്ടാവും. CSIR NIST നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി NIST പാപ്പനംകോടാണ് അതിന്റെ ഓഫീസ്. അതുപോലെ തന്നെ ICRന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പിന്നെ IASR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, വിവിധ KVKകൾ, KUന്റെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വെള്ളാനിക്കര സ്ഥിതി ചെയ്യുന്നു. CTCRI CPCRI അവരുടെയൊക്കെ ഇൻക്യുബേഷൻ സെന്ററുകളിലുള്ള ടെക്നോളജീസ്, ICRISAT ഫുഡ് പ്രോസസിംഗ് ബിസിനസ് ഇൻക്യുബേറ്റർ, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ടെക്നോളജി വാങ്ങാവുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട SFAC കൈകാര്യം ചെയ്യുന്ന സ്കീമും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മറ്റൊരു നൂതനമായ ഒരു കാൽവയ്പുമാണ് FPO, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നാണ് ഈ FPOയുടെ പേര്. അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർഷക ഉൽപാദക സംഘടനകൾ ഉണ്ടാക്കുകയാണ് FPOയുടെ ലക്ഷ്യം. FPO എന്ന് പറയുന്നത് മൂല്യവർദ്ധന മേഖല ഉള്ള ഒരു കാൽവെപ്പായിട്ട് നമുക്ക് പറയാമെങ്കിലും അതല്ല FPO കൊണ്ട് കൂടുതലായിട്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് പാട്ടമേഖലകളിലും സ്വന്തമായിട്ടും കൃഷി ചെയ്യുന്ന ഒട്ടനവധി കർഷകരുണ്ട്. ഇവരുടെ ഒക്കെ തന്നെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടന നമുക്ക് വളരെ തുച്ഛമാണ്. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് അവരല്ല വില നിശ്ചയിക്കപ്പെടുക. അപ്പൊ അത്തരം അസംഘടിതരായിട്ടുള്ള ഒരു മേഖലയെ ശാക്തീകരിക്കാനും അവർ തമ്മിൽ കൃത്യമായ ഒരു നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കാനുമാണ് ശരിക്കും FPO രൂപീകരിക്കുന്നത്. അപ്പോ നമ്മുടെ കർഷകരുടെ ഉൽപാദക സംഘടനയാണ് FPO അല്ലെങ്കിൽ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകര് തന്നെയായിരിക്കണം ഇതിന്റെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ MSME സ്കീമിൽ വരുന്ന എന്റർപ്രന്യൂവേഴ്സ് അല്ല ഇതിന്റെ മെമ്പേഴ്സ്. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരായിരിക്കണം. അവർ സ്വന്തം ഭൂമിയിലോ പാട്ടഭൂമിയിലോ കൃഷി ചെയ്ത് വരുന്ന കർഷകരായിരിക്കണം. അവരുടെ ടേംസ് ഓഫ് ഇൻട്രസ്റ്റും അവരുടെ വ്യൂസും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളും വിഭിന്നമാണ് മറ്റൊരു മേഖലയെക്കാളും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടായി കഴിയുമ്പോൾ പരമമായ അവരുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ FPO ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ FPO SFAC വഴിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. വളരെ നൂതനമായ ആശയവും കേരളത്തിന്റെ തന്നെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ 10,000-ഓളം FPOകൾ ഈ തരുണത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോ കാർഷിക മേഖലയുടെ തന്നെ മുഖം മാറ്റുന്ന രീതിയിലുള്ള വളരെയധികം അഴിച്ചുപണികൾ ഇത്തരത്തിലുള്ള FPOയുടെ രൂപാന്തരം കൊണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കം പറയാൻ പറ്റും. 2020 മെയ് മാസത്തിലാണ് സംസ്ഥാന സർക്കാർ FPOയുടെ പോളിസി അംഗീകരിച്ച് തന്നത്.
അതിനുശേഷം നമ്മൾ അതിന്റെ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഇറക്കുകയുണ്ടായി. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ 50 പുതിയ കർഷക ഉത്പാദക സംഘടനകളും നിലവിലുള്ള 50 കർഷക ഉത്പാദന സംഘടനകളുടെ ശാക്തീകരണവുമാണ് ഈ സ്കീം വഴി ലക്ഷ്യമിടുന്നത്. 3 വർഷത്തേക്കാണ് ഈ സ്കീം കേരളത്തിൽ പ്രവർത്തിക്കുക. ആ 3 വർഷം കൊണ്ട് ഈ സ്കീം ഇല്ലാതാവുകയല്ല. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഘടനകൾ തീർച്ചയായും ശക്തി പ്രാപിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് നടത്തുന്നത് വഴി 3 വർഷം കൊണ്ട് അവർ സ്വയം പര്യാപ്ത ലെവലിലേക്ക് എത്തുകയും അതിനുശേഷം അവർ സ്വന്തമായി തന്നെ പ്രവർത്തിച്ച് ഈ ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് FPO രൂപീകരണത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കർഷക കൂട്ടായ്മയുടെ കാർഷികോൽപാദന സംഘടനകൾ അല്ലെങ്കിൽ കമ്പനികൾ നമ്മൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കർഷകരെ ആദ്യം കൂട്ടി യോജിപ്പിച്ച് ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഒരു മേഖലയിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു വാഴ പച്ചക്കറി ചെയ്യുന്ന ഒരു നിറച്ചും വയലും അങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു പഞ്ചായത്ത്. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ ഏലയിലും ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് അവിടെ തന്നെ ഒരു കളക്ഷൻ സെന്റർ ഉണ്ടെങ്കിൽ അവർക്ക് കുറെ കൂടെ ഗുണപ്രദമാകുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അത് കഴിഞ്ഞ് ചിലപ്പോൾ 2 ബസ് സ്റ്റാൻഡ് അപ്പുറത്തായിരിക്കും അടുത്ത ഒരു ഏല വരുന്നത്. അപ്പൊ അവിടെ ഒരു കളക്ഷൻ സെന്റർ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 5 or 6 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു കളക്ഷൻ സെന്റർ വരുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കളക്ഷൻ സെന്ററുകളിൽ നിന്ന് രൂപീകരിച്ചെടുത്ത അല്ലെങ്കിൽ അവർ കൂട്ടിവെച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു പൊതുവായിട്ടൊരു വിപണന സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അവർക്കത് വിപണനം ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഇനി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിൽ നല്ലൊരു മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള ഉപകരണം ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് സാധൂകരിക്കേണ്ടതെങ്കിൽ അവിടെ വിത്ത്, അതിന് കൊടുക്കേണ്ട വളം എന്താണ്, ഏതൊക്കെ സ്റ്റേജിലാണ് വളം കൊടുക്കേണ്ടത്, ഏത് വിത്തിനം ആണ് മൂല്യവർദ്ധന മേഖലകളിലേക്ക് അസംസ്കൃത വസ്തുവായി തീരാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു പ്രത്യേക വെറൈറ്റി കൃഷി ചെയ്താൽ അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന മൂല്യവർദ്ധനവിന് ഉപയോഗിക്കുന്ന അതേ വെറൈറ്റി തന്നെ നമ്മളെ ഈ കർഷകർ കൃഷി ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ ഒരു ബാക്ക്വേർഡും ഫോർവേഡും ലിങ്കേജും ഉണ്ടാക്കിക്കൊണ്ടാണ് FPO രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അങ്ങനെ 12 മുതൽ 15 കർഷകരുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ആദ്യം ഉണ്ടാക്കുക. ഈ ഗ്രൂപ്പുകൾ നെറ്റ്വർക്ക് ചെയ്തിട്ട് ഒരു 10-100 ചെറിയ ഗ്രൂപ്പുകൾ നെറ്റ്വർക്ക് ചെയ്തിട്ട് 1000 കർഷകര് എങ്കിലും ഉള്ള ഒരു FPO ആയിട്ട് സംഘടനയായിട്ട് ഉരുത്തിരിയിക്കുക. അവരെ നമ്മൾ കമ്പനി ആക്ട് പ്രകാരമോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അത്തരത്തിലുള്ള രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് 1-ാം വർഷം 30.4 ലക്ഷം രൂപയും 2-ാം വർഷം 14.8 ലക്ഷം രൂപയും 3-ാം വർഷം ഇതേപോലെ 14.8 ലക്ഷം രൂപയും, അങ്ങനെ മൊത്തം 60 ലക്ഷം രൂപയാണ് ഒരു FPOയ്ക്ക് സർക്കാർ 3 വർഷമായി കൊടുക്കുന്നത്. ഇത് പുതുതായിട്ട് ഈ വർഷം 50 പുതിയ FPOകളാണ് 14 ജില്ലകളിലായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് ചില ജില്ലയിൽ 3, ചില ജില്ലയിൽ 4, ചില ജില്ലയിൽ 5 FPOകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതേപോലെ FPOകൾ നമ്മുടെ അതേ ഫീസ് സാമ്പത്തിക സ്ട്രക്ചർ അല്ലാതെ നബാർഡിന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സാമ്പത്തിക സഹായത്തോടുകൂടി FPOകൾ നിലവിലുണ്ട്. ഈ വർഷവും പുതിയ FPOകൾ നബാർഡിന്റെയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും കീഴിൽ തുടങ്ങുന്നുമുണ്ട്. ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ കൊടുക്കുന്ന പൈസയുടെ കാര്യം. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൈസയായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് വളരെ കുറവാണ്. എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ആ പറയുന്ന കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു 40,000 രൂപ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആദ്യത്തെ വർഷം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ, അതിന്റെ രജിസ്ട്രേഷൻ കോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിന്റെ വാടക, 3 വർഷത്തേക്കുള്ള വാടക, അതിന്റെ ഇലക്ട്രിസിറ്റി, അതിന്റെ ഫോൺ ചാർജ്, ഇതെല്ലാം റീംബേഴ്സ് ചെയ്ത് അതെല്ലാം കൊടുക്കും. ഇതിന്ന് തന്നെ പൈസ കൊടുക്കും. FPO ഇക്വിറ്റി സപ്പോർട്ട് ഒരു 5 ലക്ഷം രൂപ ഇതിന്റെ ഒരു ഇക്വിറ്റി സപ്പോർട്ടായിട്ട് ഒരു ഗ്രാന്റ് പോലെ FPOയ്ക്ക് അതിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ FPOയ്ക്ക് ഒരു CEO ഉണ്ടെങ്കിൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 3 വർഷത്തേക്കുള്ള സാലറി ഏകദേശം 10.8 ലക്ഷം രൂപ സാലറി ഇനത്തിൽ കൊടുക്കും. മറ്റ് ഒരു കെട്ടിടം പണിയുന്നതിന് ഒരു 5 ലക്ഷം രൂപ, പിന്നെ ചെറിയ എക്യുപ്മെന്റ്സ്, അതായത് കെട്ടിടത്തിന് വേണ്ട കമ്പ്യൂട്ടർ, അതിന് വേണ്ട പ്രിന്റർ, എന്തെങ്കിലും ആവശ്യം വേണ്ട ഫർണിച്ചർ, ഇതിനെല്ലാം 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ കളക്ഷൻ സെന്റേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഓരോ പോയിന്റിലും ഓരോ കളക്ഷൻ സെന്റർ വരികയാണെങ്കിൽ ഒരു FPOയുടെ കീഴിൽ 10 കളക്ഷൻ സെന്റർ വിവിധ പോയിന്റുകളിലായിട്ട് ആ ഡിസ്ട്രിക്റ്റിലുണ്ട് അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 10 കളക്ഷൻ സെന്റേഴ്സിനെ ശാക്തീകരിക്കുന്നതിന് ഒരു കളക്ഷൻ സെന്ററിന് 1 രൂപ വെച്ച് അങ്ങനെ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ പാക്ക് ഹൗസ്, നിങ്ങൾക്ക് ഇത് പ്രത്യേകം ഗ്രേഡ് ചെയ്യണം,
എന്നിട്ട് സോർട്ട് ചെയ്യണം, കുറച്ച് നാൾ സൂക്ഷിച്ചു വെക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് വേണം, നന്നായിട്ടൊരു പാക്ക് ഹൗസ്, അതിൽ ലേബൽ ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം, ഇതിന്റെ സീലിംഗ് മെഷീൻ, പാക്കിംഗ് മെഷീൻ, ഇതൊക്കെ ഹൗസ് ചെയ്യണം. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ആദ്യത്തെ വർഷം 5 ലക്ഷം, രണ്ടാമത്തെ വർഷം 10 ലക്ഷം, മൂന്നാമത്തെ വർഷം വീണ്ടും ഒരു 10 ലക്ഷം, അങ്ങനെ 25 ലക്ഷം രൂപ നിങ്ങളുടെ അങ്ങനെയുള്ള മേഖലയിലെ ശാക്തീകരണത്തിന് വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 30.4 ലക്ഷം രൂപ ഫസ്റ്റ് ഇയറിനും, രണ്ടാമത്തെ വർഷം 14.8, മൂന്നാമത്തെ വർഷം വീണ്ടും ഒരു 14.8 ലക്ഷം, അങ്ങനെ മൊത്തം 60 ലക്ഷം രൂപയാണ് FPO സഹായമായിട്ട് ഗവൺമെന്റ് ഉറപ്പാക്കിയിരിക്കുന്നത്. സാമ്പത്തിക സഹായം ഇതിന്റെ വിവിധ മേഖലകളിൽ ഒരു കർഷകരെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക സഹായം തീർച്ചയായും ഉണ്ടാവും. കർഷകരുടെ ശാക്തീകരണവും അവരുടെ സംരക്ഷണവും, അസംഘടിതരായി ചിന്നിച്ചെതറി കിടക്കുന്ന മേഖലയെ ഒരു മുട്ടിലെ മണികൾ പോലെ കോർത്തിണക്കി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാൻ, അവർക്ക് അവരുടെ വില ഫിക്സ് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാക്കാൻ, അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, അതിനു വേണ്ടിയാണ് FPO ഉണ്ടാകുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സംഭരണ പാക്കേജിംഗ് സേവനങ്ങൾ, ഏത് നൂതന ആശയവും ആ കർഷകർക്ക് വേണ്ടി പലതരത്തിലുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു കൊടുത്തും അവരെ അത് വിശ്വാസത്തിലെടുത്ത് അത്തരത്തിൽ ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ അവർക്ക് ഉറപ്പാക്കി കൊടുക്കുക, വിപണനത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക, അവരുടെ ഉൽപ്പന്നങ്ങളും അവരുടെ കാർഷിക വിളകളും മൊത്തമായി ഇൻഷുറൻസ് പരിധിയിലേക്ക് കൊണ്ടുവരിക, ഏത് തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യയിലേക്കും അവരെ കൈപിടിച്ച് നടത്തുക, ഉൽപ്പന്ന വിപണനത്തെക്കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ അവർക്ക് കൈമാറ്റം ചെയ്യുക, കാർഷിക ഉപകരണങ്ങൾ അവർക്ക് ലഭ്യമാക്കുക, കൂട്ടായ്മയുടെ ശക്തി ഉന്നമനത്തിനായുള്ള സേവനങ്ങൾ ഉറപ്പാക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് FPO വഴി സാധൂകരിക്കപ്പെടുന്നത്. അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി എന്ന് പറയുന്ന സർക്കാർ നിയമിക്കുന്ന മറ്റൊരു ഏജൻസിയെയാണ് FPOയുടെ വഴികാട്ടികളായി ഇതിനകത്ത് പ്രത്യേകമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഏജൻസികൾ ഇത്തരം FIGകളെ, ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, 10 മുതൽ 20 കർഷകർ ചേർന്ന കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളെ കൂടുതൽ ശാക്തീകരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ തുടക്ക സമയത്ത് ഒരു 100 കർഷകരുള്ള ഒരു FPO ആണെങ്കിൽ അത് 3 വർഷം കൊണ്ട് കൂടുതൽ ശാക്തീകരിക്കപ്പെട്ട് അതിന്റെ നമ്പർ 500 മുതൽ 1000 പേര് വരെ 12 മാസത്തിനുള്ളിലാക്കുകയും 3 വർഷത്തിൽ അതിൽ കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 20 മുതൽ 25 വില്ലേജുകൾ ഒരു FPOയിൽ പെടാം. അതായത് FPOയ്ക്ക് ഒരു പരിധിയില്ല. ഒരു ബ്ലോക്കോ 3 ബ്ലോക്കോ 10 ബ്ലോക്കോ ഒരു FPOയ്ക്ക് കീഴിൽ വരാം. ഒരു ജില്ല മൊത്തം ഒരു FPOയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത്രത്തോളം വിസ്തൃതമാണ് FPOയുടെ കോൺസെപ്റ്റ്. പിന്നെ ഒരാളുടെ അംഗത്വ ഓഹരി എന്ന് പറയുന്നത് 2000 രൂപ ആണ് അവരുടെ അംഗത്വമായിട്ട് ഷെയർ പിരിക്കേണ്ടത്. 12 മുതൽ 18 മാസത്തിനുള്ളിൽ ഉൽപാദക കമ്പനി അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്യപ്പെടും. അതിന്റെ ബൈലോയും നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിനും ഈ പറയുന്ന അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസി സഹായിക്കുന്നതാണ്. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് കേരളത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള സ്ട്രക്ചറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. SLCC ഏറ്റവും ഹെഡിലുള്ളത് സ്റ്റേറ്റ് ലെവൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ്. അതിനകത്ത് നമ്മുടെ APC, നമ്മുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ അതിനകത്ത് ഉണ്ടാവും. അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസിയെ കണ്ടുപിടിക്കാനും അത്തരത്തിലുള്ള ഒരു ഏജൻസിക്ക് അനുമതി നൽകുന്നതും ഈ പറയുന്ന SLCC തന്നെയാണ്. ഡയറക്ടറേറ്റ് ലെവലില് SFACയും ഡയറക്ടറേറ്റും ഈ പറയുന്ന SLCCയില് അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ ജില്ലയിലുമുള്ള FPOയെ വിലയിരുത്തുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിലുണ്ടാവും. അതിന്റെ ചെയർമാൻ APCയും അതിന്റെ കൺവീനർ ആത്മ പ്രോജക്ട് ഡയറക്ടറുമായിരിക്കും. അതുപോലെ തന്നെ അവരെ സഹായിക്കുന്നതിന് ജില്ലാ മേധാവിയായിട്ടുള്ള ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അതിന്റെ ജോയിന്റ് കൺവീനർ സ്ഥാനത്തും വഹിക്കുന്നതാണ്. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ജില്ലാതല ഓഫീസിലുള്ള PAOയും ആത്മ ടീമും ഒന്നിച്ചായിരിക്കും അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഏറ്റെടുക്കുന്നത്. എന്നാലും പ്രാഥമികമായി ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ആത്മ ടീമിന് തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ 500 മുതൽ 1000 കർഷകർ ഉണ്ടാകുന്ന 12 മുതൽ 50 FIGകൾ അല്ലെങ്കിൽ ചെറു ചെറു സംഘങ്ങളായിട്ടാണ് FPO എന്ന കൂട്ടായ്മയിലേക്ക് എത്തുന്നത്. ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. അതിൽ ഒരു 10 മുതൽ 20 കർഷകരുടെ ചെറു കൂട്ടായ്മകൾ ആദ്യം സംഘടിപ്പിക്കുന്നു. അവരെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് 50 കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്ന് 500 മുതൽ 1000 ഫാമേഴ്സിന്റെ FPO ആയിട്ട് മാറുകയും ചെയ്യും. പല പല ഏജൻസികളും ഈ FPOയുടെ വക്താക്കളായിട്ട് ഇത് നിലവിലുണ്ട്. SFAC ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ, നമ്മുടെ SFAC കേരളയാണ്, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള SFAC ആണ്. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ SFACയിലെ FPOകൾ രൂപീകരിക്കുന്നുണ്ട്.
നബാർഡ് നേരിട്ട് FPO രൂപീകരണവുമായി രംഗത്തുണ്ട്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് FPO രൂപീകരിച്ചിട്ടുണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ സെക്ടറിൽ FPO രൂപീകരണത്തിനുണ്ട്. അങ്ങനെ മൊത്തം ഇന്ത്യ ഗവൺമെന്റിന്റെ ഇത് പ്രകാരം FPOകളാണ് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഈ വർഷം ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്കീം SFAC നടത്തുന്നത് സപ്പോർട്ട് ടു അഗ്രി സ്റ്റാർട്ടപ്സ് ആൻഡ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് സ്കീമുകൾ. അതായത് പുതുതായിട്ട് കാർഷിക മേഖലയിലുള്ള വെല്ലുവിളികൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമുക്ക് സ്റ്റാർട്ടപ്പുകളെ കണക്കാക്കാവുന്നത്. ഏറ്റവും നൂതനമായ ടെക്നോളജികൾ അങ്ങനെയുള്ള സംഗതികൾക്ക് നമുക്ക് സഹായം കൊടുക്കും. ഇത് കൂടാതെ തന്നെ ചെറിയ സംരംഭകർ, ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് മരിച്ചീരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് അത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി നല്ലൊരു പാക്കേജിങ്ങോടുകൂടി നൈട്രജൻ ഫിൽഡ് പാക്കിങ്ങിന്റെ ഒരു പാക്കോടുകൂടി അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻക്യുബേറ്ററുകൾ ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം CT ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന CTCRIയിലും അതുപോലെ തന്നെ റാഫ്താർ ഇൻക്യുബേറ്റർ നമ്മുടെ വെള്ളാടിക്കര തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ഇൻക്യുബേറ്ററും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള സഹായം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ചെറിയ തോതിലുള്ള ഇപ്പൊ ചക്ക അല്ലെങ്കിൽ കുറെ ചക്ക ഒരാൾ വെട്ടിക്കൊണ്ട് പോകുന്നു, അവിടെ കൊണ്ട് ചെന്നിട്ട് ഏറ്റവും നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ടെക്നോളജി അവർ തരും. എണ്ണ, അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മെഷീൻസ് ഉപയോഗിച്ച് അവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കടകളിൽ വിൽക്കാൻ പറ്റും. അതാണ് ഇൻക്യുബേറ്റർ സർവീസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, തുടക്കക്കാർക്ക് ഉദ്ദേശം 2 ലക്ഷം രൂപ വരെ അവരുടെ റോ മെറ്റീരിയൽ അവർ വാങ്ങുന്ന അഗ്രി ബേസ്ഡ് പ്രോഡക്റ്റിനും അതുപോലെ തന്നെ അവിടെ ഇൻക്യുബേറ്ററിൽ അവര് പൈസ അടയ്ക്കുന്ന ഫീസും അത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് 2 ലക്ഷം രൂപ വരെ അവർക്ക് സഹായം കൊടുക്കും. അതുപോലെ തന്നെ ഒട്ടനവധി വെല്ലുവിളികൾ കാർഷിക മേഖല നേരിടുന്നു. പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളൊരു സ്പ്രേയിങ്. ഒരുപാട് പ്രശ്നങ്ങൾ, തെങ്ങിന് മണ്ടയിൽ സ്പ്രേ ചെയ്യണം, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് തെങ്ങിന്റെ മേളിൽ കയറി സ്പ്രേ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ പല ടെക്നോളജിയും തെങ്ങ് കയറ്റ യന്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോട്ടറൈസ്ഡ് ആയിട്ട് യന്ത്രം നമ്മൾ യൂട്യൂബ് വഴിയൊക്കെ കാണുന്നതിന് വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയും ഉള്ള സഹായവും ഈ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ കൂടി ഈ കൊടുക്കുക. അത് കൊണ്ടുവരുന്ന ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വെൽഡിംഗ് മെഷീൻ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ആളാവാം. അയാൾ കാർഷിക മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഇതിനകത്ത് അതിന്റെ സഹായം കിട്ടുന്ന രീതിയിലാണ് ഈ സാങ്കേതിക വിദ്യ വികസനത്തിൽ സ്റ്റാർട്ടപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് ഒരാൾക്ക് 1 ലക്ഷം, ഒരു 10 ലക്ഷം രൂപ വരെ നമുക്ക് ഇത്തരത്തിലുള്ള അഗ്രി ബിസിനസ് സംരംഭങ്ങൾക്ക് അവർക്ക് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് എൻഡഡ് സബ്സിഡിയാണ്. അവർ ലോൺ എടുത്തിരിക്കണം, ആ ലോണിലോട്ട് ലയിപ്പിച്ചിട്ടാണ് ഈ സംഗതി കൊടുക്കുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടേ അവർക്ക് ആ പൈസ ലോണിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കത്തുള്ളൂ. പക്ഷെ ഈ പൈസ ഇടുന്നത് മുതൽ ഈ 3 വർഷം വരെയോ അല്ലെങ്കിൽ ഇവരെപ്പോഴാണോ അത് ക്ലോസ് ചെയ്യുന്നത് അതുവരെ ഈ പൈസ ആ ലോൺ അക്കൗണ്ടിൽ കിടക്കും. അതുവരെ ഇവർക്ക് പലിശ അടയ്ക്കേണ്ടി വരില്ല. ഇത്രയുമാണ് നമ്മുടെ 3 പ്രധാനപ്പെട്ട പദ്ധതികൾ SFAC വഴി നടപ്പാക്കുന്നത്. അപ്പോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ തന്നെയും ഇതിനകത്ത് നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ലാൻഡ് ഫോൺ നമ്പറുണ്ട്, നേരത്തെ പറഞ്ഞ നമ്മുടെ കോൾ സെന്റർ അതിന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. നമ്മുടെ ഓഫീസ് അഡ്രസ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, കാർഷിക നഗര മൊത്ത വ്യാപാര വിപണി മാർക്കറ്റിന്റെ മൊത്ത വ്യാപാര മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെൺപാലവട്ടം, ആനേറ, തിരുവനന്തപുരം എന്നുള്ളതാണ് അഡ്രസ്സ്. ഞാൻ ഒന്നുകൂടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി ആ നമ്പർ, ടോൾ ഫ്രീ നമ്പർ പറയുകയാണ്. 18 അല്ലേ, 18001661 അല്ലേ, 1800 അല്ലേ, 4251661. നമ്മുടെ കിസാൻ കോൾ സെന്റർ അല്ലെങ്കിൽ കാർഷിക വിവര സങ്കേതം ഒരു വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന അതിനകത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 1661 1800 4251661 ഈ നമ്പറിലേക്കാണ്. തുടക്കത്തിലുള്ള സ്ലൈഡിൽ അത് കാണിച്ചിരുന്നു. പിന്നെ അല്ലാതെ ഈ ലാൻഡ് ഫോൺ നമ്പർ 047127421110 2742113 9383470280 9383470281
9383470282. ഈ നമ്പറിലൊക്കെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി SFACയുടെ നൂതനമായ പദ്ധതികൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ട്രെയിനിങ് സെന്റർ പന്തളത്തിനും അതുപോലെ തന്നെ ഇതിന്റെ ചുക്കാൻ പിടിച്ച ഭാരവാഹികൾക്കും ഇത്രയും നേരം SFACയിലെ ഞങ്ങളുടെ ഈ ഒരു ലെക്ചർ കേട്ട് നിന്ന എല്ലാ കർഷകർക്കും SFACയുടെ വകയും കൃഷി വകുപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. കർഷകർക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റിന് കൊണ്ട് തീർക്കണം. ഹലോ ഹലോ, വിഷ്ണു പ്രസാദ് ചോദിക്കാനുണ്ടോ? മാഡത്തിന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. 9446 എത്ര? 9446 46 91 91 77 77 52. 52. Thank you. Okay. ആശ മാഡത്തിന്റെ നമ്പറാണോ ചോദിച്ചത്? ഹലോ, അതെ. ഇപ്പൊ നമ്പർ ചോദിച്ചാൽ അത് തെറ്റി. അത് ഞാൻ എന്റെ നമ്പറാണ്. ആശ മാഡത്തിന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇതിനകത്ത് കാണത്തില്ലേ പ്രസന്റേഷൻ? ഉണ്ടോ? 93 അതില് 93 83 83 470 470 280. എത്ര? 280. 280. അവസാനത്തെ 3 നമ്പർ 281 282. ഇത് 3 വിളിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ കിട്ടും. അവസാനത്തെ മാറ്റവും. സംശയങ്ങൾ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇനിയും വീണ്ടും ചോദിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ബിസിനസ് സംരംഭങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ചില ധാരണകൾ നമ്മളുടെ മുമ്പിലേക്ക് അറിയിച്ച ആശാരാജ് മാഡം SFACയില് പ്രൊജക്ട് മാനേജറായിട്ട് സേവനം ചെയ്യുന്നു. മാഡം നല്ലതായിട്ട് ഈ സംരംഭങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച നടത്തി. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. കർഷകർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്രയോജനപ്പെടട്ടെ. ആശ മാഡത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം.